ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ട് മാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, ഇന്നൊരു ഫണ്ണായിട്ടുള്ള ത്രില്ലർ നമുക്ക് കാണാം. ഞാനൊരു കോമഡി ക്രൈമാണ് അന്വേഷിച്ച് പോയത്, പക്ഷെ കിട്ടിയതാവട്ടെ ഒരു സീറ്റ് എഡ്ജ് ത്രില്ലറും. എന്തായാലും ഇതൊരു മിസ്സാക്കാൻ പാടില്ലാത്ത പടമായതുകൊണ്ട് അത് തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. കൂട്ടുകാരനൊരു പൂച്ചയെ കൊണ്ട് കയ്യിൽ തരും, എന്നിട്ട് അവൻ നാട് വിട്ടു പോവാണ്. അവിടെ തുടങ്ങി പൊല്ലാപ്പുകൾ. ഒരു കിഡ്നി വരെ പോകും നമ്മുടെ ഹീറോയുടെ. ദുരിതമോ ദുരിതം. വലിയ മാഫിയ ഗ്യാങ്ങുകൾ ഇവനെ കൊല്ലാൻ നടക്കുക. ഈ പൊല്ലാപ്പുകളിൽ നിന്ന് എങ്ങനെ ഹീറോ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന കഥ. ഈ വർഷം പുറത്തിറങ്ങിയ കോട്ട് സ്റ്റീലിംഗ്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ 1998, ഞാൻ ജനിക്കുന്നതിനൊക്കെ ഒരു 10 വർഷം മുന്നേ, അപ്പോഴത്തെ അമേരിക്കയിലെ ഒരു ചേരിത്തെരുവ്, അവിടുത്തെ ഒരു ബാറിലാണ് നമ്മുടെ ഹീറോ ജോലി ചെയ്യുന്നത്. ബാറൊക്കെ ക്ലോസ് ആവുന്ന സമയത്ത് ഹീറോയുടെ കാമുകി അവനെ കാണാൻ വരുന്നു. ഇന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ഇല്ല, നമുക്കൊരുമിച്ച് നിന്റെ മുറിയിൽ താമസിക്കാം എന്ന് കാമുകി പറയും. ജോലി കഴിഞ്ഞ് ഹീറോ കാമുകിയും വിളിച്ച് അവൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് വരാം. മുറിയിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ ഇവർ ഉമിനീര് കൈമാറ്റം ചെയ്തു തുടങ്ങി. അപ്പോൾ ആ വഴിയെ ഒരു വയസ്സായ അമ്മൂമ്മ പോകുന്നുണ്ട്. പാവം. അവരിവരെ അക്രമം കണ്ടിട്ട്, മക്കളെ ദയവ് ചെയ്ത് റൂമിൻ്റെ അകത്ത് പോയി കുത്തിമറിഞ്ഞോ, റോട്ടിൽ കിടന്നിങ്ങനെ പട്ടികളെ പോലെ കാണിക്കാതെ. ഇവരാണെങ്കിൽ ശരി അമ്മച്ചി എന്നും പറഞ്ഞ് മുറിയിലേക്ക് വരും. കമിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, വയസ്സായവരുടെ മുന്നിൽ ഇങ്ങനെയൊന്നും അഭ്യാസം കാണിക്കാതെ. അവർക്ക് വിഷമാവും. അവരുടെ കാലം കഴിഞ്ഞു പോയില്ലേ, അതുകൊണ്ട് അവർക്ക് വിഷമാവും. നമുക്ക് വയസ്സായ നമുക്കും വിഷമാവും. എന്തായാലും ഇവിടെ ഫ്ലാറ്റിലേക്ക് കയറി വന്ന ഹീറോ ഡോറിന് മുന്നിലായി അവന്റെ കൂട്ടുകാരൻ ഓറൽ ബി തലയിൽ നിൽക്കുന്ന കാണും. അത് മറ്റാരുമല്ല, നമ്മുടെ ഡേനിസ് ടാർഗേരിയൻ. അവൻ ഇതിൻ്റെ അകത്തൊരു മൊട്ട ഫ്രീക്കനാ, കുറച്ച് തെരുവ് തെണ്ടിയായിട്ടുള്ള പയ്യൻ. എന്തായാലും നമ്മുടെ ഹീറോയുടെ കൂട്ടുകാരനാണ്. പുള്ളിക്കാരന് എത്രയും പെട്ടെന്ന് ലണ്ടനിലേക്ക് പോകണം. അച്ഛന് സുഖമില്ല, സ്ട്രോക്ക് വന്നിരിക്കുക. സോ അച്ഛനെ കാണാൻ പോകുന്ന സമയത്ത് പൂച്ചേനെയും കൊണ്ടുപോകാൻ പറ്റില്ല, വളർത്തു പൂച്ചനെ. ആ പൂച്ചയെ ഹീറോയെ ഏൽപ്പിക്കാനാണ് കൂട്ടുകാരൻ വന്നിരിക്കുന്നത്. എന്നാൽ ഹീറോ ആദ്യം പറ്റില്ലെന്ന് പറയും. നീ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊടുക്ക്, എനിക്ക് മൃഗങ്ങളെ ഇഷ്ടമല്ല എന്ന് പറയാ. ഈ സമയത്ത് അയൽവാസിയായ ഒരാള്, നിങ്ങളിങ്ങനെ വരാന്തേ കിടന്ന് ഒച്ച വയ്ക്കാതെ എനിക്ക് കിടന്നുറങ്ങണമെന്ന് പറഞ്ഞ് ഇവരോട് ദേഷ്യപ്പെടുക. അപ്പം നമ്മുടെ ഡീമൺ അയാളോട് ദേഷ്യപ്പെട്ട് അയാളെ തല്ലാൻ പോകുന്നത് പോലെ പോയിട്ട്, എന്റെ അപ്പന് സുഖമില്ല, എന്നിട്ട് ആർക്കും അതിലൊരു ദണ്ണവുമില്ല, ഇവന്മാരെയൊന്നും നമ്പാൻ പറ്റില്ല, എല്ലാത്തിനെയും കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് പിറുപിറുത്തിട്ട് നൈസായിട്ട് എസ്കേപ്പ് ആവുക. പൂച്ചയെ ഹീറോയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് എസ്കേപ്പ് ആവുകയാണ്. സോ വേറെ വഴിയില്ലാതെ ഹീറോ പൂച്ചയെ അവന്റെ ഫ്ലാറ്റിനകത്തേക്ക് കൊണ്ടുവരും. അത് കഴിയുമ്പോൾ കാമുകന്മാര് തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങളാണ്. ഈ കാമുകിക്ക് സിഗരറ്റ് വലിക്കുന്ന സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെ അവളൊരു തോക്കാകൃതിയിലുള്ള ലൈറ്റർ എപ്പോഴും കൂടെ കൊണ്ടു നടക്കും. അത് അവളുടെ ലക്കി ചാമൈറ്റമാണ്. എന്തായാലും ഇപ്പൊ അവർ അക്രമാസക്തരായി പരസ്പരം വലിച്ചു കീറാൻ തുടങ്ങി. ഇവരെ ദഹനക്കേട് കണ്ടിട്ട് നമ്മുടെ പാവം പൂച്ചക്കുട്ടം പോലും പേടിക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ഹീറോ എന്തോ ഒരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേക്കും. ഈ സ്വപ്നം അവൻ ഇടയ്ക്കിടെ കാണാറുള്ളതാ. എന്താണെന്ന് ഇപ്പൊ കാണിക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ കാമുകി അവന് വേണ്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഫോൺ വിളിക്കാമെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോകും. അവളുടെ ജോലിക്ക് പോകും. ഹീറോ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴാണ് നമ്മുടെ പൂച്ചക്കുട്ടം വന്നിട്ട് എനിക്കും ഒരു പീസ് തായോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. നിനക്ക് തിന്നാൻ എൻ്റെ കയ്യിൽ പൂച്ച ഭക്ഷണമില്ല, ഞാൻ വേറെ എവിടെന്നെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ഹീറോ തന്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി അടുത്ത ഫ്ലാറ്റിന്റെ ഡോറിന് മുന്നിൽ ചെന്ന് നിൽക്കും. അവിടുത്തെ താമസക്കാരൻ ഏതോ ഒരു പൂച്ചയെ വളർത്തുന്നുണ്ട്. അയാളോട് ഭക്ഷണം ചോദിക്കാനാണ് ഹീറോ അവിടെ ചെന്ന് നിൽക്കുന്നത്. എന്നിട്ട് പുള്ളിയെ വിളിക്കാൻ നോക്കുന്ന സമയത്ത് 2 മൊട്ട റൗഡികൾ ഇവർ അപ്പാർട്ട്മെന്റിലേക്ക് കടന്നു വരുന്നു. അതിലെ കുള്ളൻ ഹീറോയോട് ചോദിക്കും, നിന്റെ കൂട്ടുകാരൻ റസ് ഇവിടെ ഉണ്ടോന്ന്, അതായത് നമ്മുടെ ഡെയ്മൺ. ഹീറോ പറയും, അവനിവിടെ ഇല്ല, ഞാനും അവനും ഒരുമിച്ചല്ല താമസിക്കുന്നത്, അവനെ കണ്ടിട്ട് കുറച്ച് നാളായെന്ന്. അപ്പൊ ഈ റൗഡികൾ ഹീറോയുടെ മുറി ചെക്ക് ചെയ്യുമ്പോൾ റസിന്റെ പൂച്ച അവിടെ ഉള്ളതായിട്ട് കാണും. സോ കൂട്ടുകാരൻ ഉണ്ടായിട്ട് ഹീറോ കള്ളം പറയുന്നതാണെന്ന് വിചാരിച്ചിട്ട് അവർ വീണ്ടും ചോദിക്കുകയാണ്, നിന്റെ കൂട്ടുകാരൻ എവിടെയാണെന്ന്. അതിന് ഹീറോ ധിക്കാരത്തോടെ മറുപടി പറയും, അവൻ എവിടെയാണെന്ന് നോക്കുന്നതല്ല എന്റെ പണി, നിങ്ങൾക്കത് അറിയേണ്ട ആവശ്യമില്ലെന്ന്. ഇത് കേട്ട ഉടനെ പൊടുന്നന്നെ ഈ റൗഡികൾ ഹീറോയെ തല്ലാൻ തുടങ്ങുക. ചെറുതായിട്ടൊരു ഇടിയാണോ കൊടുക്കണേന്ന് നോക്കിയാ അങ്ങനെയല്ല, ഒരുമാതിരി പേയളകിയ പട്ടികളെപ്പോലെ ഹീറോയെ പുതിര തല്ലാൻ തുടങ്ങും. ഈ ശബ്ദം കേട്ടിട്ട് അയൽക്കാരൻ, ആരാടാ ഇവിടെ അടിയുണ്ടാക്കുന്നത്, ഞാൻ പോലീസുകാരെ വിളിക്കാൻ പോവാണെന്ന് ഡോറ് തുറന്ന് പറയുന്നുണ്ട്. ഇത് കണ്ട ഹീറോ ആ അയൽക്കാരനോട്, എത്രയും പെട്ടെന്ന് നിങ്ങൾ പോലീസിനെ വിളിക്കൂ എന്ന് പറയും. അയാൾ ഫോൺ എടുത്ത് പോലീസിനെ വിളിക്കാൻ പോവാ. അപ്പോഴേക്കും ഈ റൗഡികൾ ആ അയൽക്കാരനെ പിടിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ അയാൾ വാതിലടച്ചു. അപ്പൊ അതിലെ മൂത്ത റൗഡി പറയും, പോലീസ് വന്നത് നമുക്ക് കുഴപ്പമാണ്, ഇപ്പൊ എന്തായാലും നമുക്ക് ഇവനെ വിട്ടിട്ട് പോവാം, പിന്നീട് വീണ്ടും തിരിച്ചു വരാമെന്നും പറഞ്ഞ് അവസാനം ഒരടിയും കൂടെ കൊടുത്തിട്ട് അവർ ഇറങ്ങിപ്പോകും. ഇവർ പോയി കഴിയുമ്പോൾ ഇതിനെല്ലാം കാരണക്കാരനായ പൂച്ച ഹീറോയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നിനക്ക് എന്തെങ്കിലും പറ്റിയോന്ന് ചോദിച്ചിട്ട്. ഹീറോ നോക്കുമ്പോൾ അടി കൊണ്ട് അവന്റെ മൂത്രം പോയിട്ടുണ്ട്.
ഉടനെ ബോധവും പോവും. അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. വർഷങ്ങൾക്ക് മുന്നേ ഹീറോ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ കൂട്ടുകാരനുമൊത്ത് ഒരു റേസിംഗ് കാറിൽ ഏതോ ഒരു ഗ്രാമപ്രദേശത്ത് കളിയും തമാശയും പറഞ്ഞ് വേഗത്തിൽ ഓടിച്ചു പോകായിരുന്നു. പെട്ടെന്നാണ് ഒരു മുതുക്കി പശു ഹീറോയുടെ കാറിന് മുന്നിൽ വന്ന് പെടുന്നു. ഹീറോ ഉടനെ കാറ് വെട്ടിത്തിരിക്കും. അതിന്റെ വേഗത കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ കാറ് നേരെ ചെന്ന് അടുത്തുള്ള പോസ്റ്റിലേക്ക് ആഞ്ഞിടിക്കുകയാണ്. പിന്നീട് എന്താ സംഭവിച്ചെന്നറിയില്ല. പ്രസന്റിലേക്ക് വരുന്നു. ഹീറോ കണ്ണ് തുറക്കുമ്പോൾ അവൻ ആശുപത്രിയിലായിരിക്കും. എനിക്ക് എന്താണ് സംഭവിച്ചെന്ന് ഹീറോ കാമുകിയോട് ചോദിക്കുക. കൂടെ കാമുകിയുണ്ട്. അവള് പറയും, നീ ആശുപത്രിയിലായിട്ട് 2 ദിവസമായി. അടി കൊണ്ട് ഒരു കിഡ്നി ഡാമേജ് ആയിരുന്നു. അത് ഡോക്ടർമാർ പുറത്തെടുത്തു. ഇനി നിനക്ക് ഒരു കിഡ്നിയേ ഉള്ളൂ. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം പെരുമാറാൻ. എന്താണ് സംഭവിച്ചത്? ആരാണ് നിന്നെ ആക്രമിച്ചതെന്ന് കാമുകി ചോദിക്കും. അപ്പൊ ഹീറോ, ഞാൻ ആദ്യം എന്റെ അമ്മയ്ക്ക് വിളിക്കട്ടെ, കാരണം 2 ദിവസമായിട്ട് ഞാൻ വിളിച്ചിട്ടില്ല, അമ്മ പേടിക്കുന്നു പറഞ്ഞിട്ട് ഹീറോ അമ്മയെ ഫോൺ ചെയ്യാണ്. എല്ലാ ദിവസവും ഹീറോ അമ്മയെ ഫോൺ ചെയ്ത് സംസാരിക്കും. തന്റെ കഷ്ടപ്പാടൊന്നും അമ്മയോട് പറയില്ല. വളരെ ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് ഹീറോ അമ്മയോട് സംസാരിക്കുക. ഇപ്രാവശ്യവും തനിക്കുണ്ടായ അപകടമൊന്നും പറയാതെ ഫുഡ് പോയ്സൺ സംഭവിച്ചാ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കൂട്ടുകാരുണ്ട് കൂടെ, ഞാൻ ഓക്കെയാണ് എന്ന് പറയും. അപ്പോഴായിരിക്കും അമ്മ ബേസ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇവർക്കിഷ്ടപ്പെട്ട ടീം ജയിച്ച കാര്യം ഹീറോയോട് പറയുന്നു. അത് കേട്ടവൻ ഒരുപാട് സന്തോഷത്തിലാവും. എന്റെ ടീം ജയിച്ചേന്ന് പറഞ്ഞ് കാമുകിയെ കാണിച്ച് ആർപ്പൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പൊ കാമുകിയാണെങ്കിൽ ഒരു കിഡ്നി പോയിട്ടും നിന്റെ സ്വഭാവം എന്താ ഇങ്ങനെ? നീ ഒരു കാര്യവും സീരിയസ് ആയിട്ട് എടുക്കില്ലേ? ആരാണ് നിന്നെ ആക്രമിച്ചതെന്ന് ചോദിക്കുക. എന്നിട്ട് ഏതോ ഒരു പോലീസുകാരി കാണാൻ വന്നിരുന്നു, നീ മയക്കത്തിലായതുകൊണ്ട് സംസാരിച്ചില്ല, അവരൊരു കാർഡ് തന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഹീറോയ്ക്ക് പോലീസുകാരിയുടെ കാർഡ് കൊടുക്കും. അപ്പൊ ഹീറോ അത് വാങ്ങിച്ചിട്ട് ഏതോ ആൾക്കാർ റസ്സിനെ തേടിയായിരുന്നു എന്റെ ഫ്ലാറ്റിലേക്ക് വന്ന്. അവനവിടെ ഇല്ലാന്ന് പറഞ്ഞ ഉടനെ എന്നെ ആക്രമിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആ നാറിയായിട്ട് നേരത്തെ കൂട്ടുവിടണമായിരുന്നു. എന്തായാലും ഇങ്ങനെ പറ്റിപ്പോയല്ലോ, ഇനി ശ്രദ്ധിച്ചോളാം എന്ന് ഹീറോ പറയും. അത് കഴിഞ്ഞ് ഇവർ തിരിച്ച് വീട്ടിലേക്ക് വരാണ്. വരുന്ന വഴിയെ ഹീറോ ഇനി മദ്യപിക്കാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. കാരണം ഇപ്പോൾ ഒരു കിഡ്നിയേ ഉള്ളൂ, അതും കൂടെ തൊലച്ചാൽ ആള് തീരും. സോ ശ്രദ്ധിച്ചിരിക്കാൻ ഡോക്ടർ പറഞ്ഞു എന്ന് പറയും. അത് കഴിഞ്ഞ് ഒരു വീട്ടിലേക്ക് വരുന്നു. നീ ലൈഫ് സീരിയസ് ആയിട്ട് എടുത്താൽ മാത്രമേ ഞാൻ നിന്റെ കൂടെ കഴിയുള്ളൂ എന്നൊക്കെ കാമുകി ഹീറോയെ അഡ്വൈസ് ചെയ്യുന്നുണ്ട്. ഹീറോ തന്റെ ലൈഫിൽ നടന്ന ഏതോ ഒരു അത്യാഹിതം കാരണമാണ് ഇപ്പൊ ഹോം ടൗണിൽ നിന്ന് മാറി ഈ ചേരിയിൽ വന്ന് താമസിച്ചുകൊണ്ടിരിക്കുന്നു. അവന് ജീവിതത്തിൽ എന്തൊക്കെയോ പേടിയുണ്ട്. ആ പേടിയെല്ലാം മാറ്റിവെച്ച് അതിനെ ഫേസ് ചെയ്ത് നീ ധൈര്യത്തോടെ മുന്നോട്ട് വന്നാൽ മാത്രമേ ഞാൻ നിന്റെ കൂടെ ജീവിക്കുള്ളൂ എന്നൊക്കെ കാമുകി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൾ ഇറങ്ങിപ്പോകും. ഹീറോയാണെങ്കിൽ ഇനി മദ്യപിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്റെ കയ്യിലുള്ള മദ്യക്കുപ്പികളെല്ലാം എടുത്ത് വേസ്റ്റിലേക്കിട്ട് ആ വേസ്റ്റ് പുറത്ത് കൊണ്ടുപോയി കളയും. ഇതൊരു ചേരിത്തിരിവായതുകൊണ്ട് വേസ്റ്റ് ഒരു മൂലയ്ക്ക് വെച്ചാൽ മതി. അതിൽ വേണ്ടത് ആൾക്കാരെടുത്തോളും, ബാക്കിയുള്ളത് പഞ്ചായത്ത് എടുത്തോളും. എന്നാൽ 50 രൂപ വാങ്ങിക്കൊന്നുമില്ല. എന്തായാലും ഈ വേസ്റ്റ് തട്ടാൻ പോകുമ്പോൾ അവിടെ ഒരു പിച്ചക്കാരൻ ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അയാളെ ഹീറോയ്ക്ക് നേരത്തെ പരിചയമുണ്ട്. ഇടയ്ക്കിടെ അയാൾക്ക് കഴിക്കാനുള്ള പണം എന്തെങ്കിലും ഹീറോ കൊടുക്കാറുള്ളത് പതിവാണ്. ഇത് കഴിഞ്ഞ് ഹീറോ അവന്റെ വസ്ത്രങ്ങളെല്ലാം കൊണ്ടുപോയി ലോണ്ടറിയിലിട്ട് അലക്കി വൃത്തിയാക്കിയെടുത്ത് തിരിച്ചു കൊണ്ടുവരിക. തിരിച്ച് തന്റെ ഫ്ളാറ്റിലേക്ക് വരുന്ന വഴി ഇവൻ ആക്രമിച്ച ഒരു മൊട്ട അപ്പാർട്ട്മെന്റിന് ഫ്രണ്ടിലായിട്ട് നിൽക്കുന്ന ഹീറോ കാണും. എന്നാൽ അയാൾ ഹീറോയെ കാണുന്നില്ല. ഹീറോ അയാളെ കാണാതെ ഇവന്റെ ഫ്ളാറ്റിലേക്ക് ഓടി വരികയാണ്, അവിടെ ആരെങ്കിലും ഉണ്ടോന്ന് അറിയാൻ. അപ്പൊ നേരത്തെ വന്ന ഒരു മുട്ടയും പിന്നെ വേറെ ഏതോ ഒരു തടിയനും കൂടെ ചേർന്ന് ഹീറോയുടെ ഫ്ളാറ്റാന്ന് വിചാരിച്ചിട്ട് തൊട്ടടുത്ത ഫ്ളാറ്റ് കുത്തിപ്പൊളിച്ച് തുറക്കാൻ നോക്കുന്നുണ്ട്. ഇവരെ കണ്ണിപ്പെടാതെ ഹീറോ അപ്പാർട്ട്മെന്റിന് മുകളിലേക്ക് വന്നിട്ട് അവിടുത്തെ സ്റ്റെയർ കേസിൽ കൂടെ ഇവന്റെ ഫ്ളാറ്റിലേക്ക് പിറകു വശത്തോടെ വരും. എന്നിട്ട് ഈ ഫ്ളാറ്റിനകത്ത് കയറാൻ നോക്കുമ്പോഴാണ് തൊട്ടടുത്ത ഫ്ളാറ്റിലായി ആ റൗഡികൾ കയറി ആ ഫ്ളാറ്റ് മുഴുവൻ അടിച്ചു പൊളിച്ച് പരിശോധിക്കുന്ന കാണാം. ഇതിവൻ എത്തി നോക്കുന്ന സമയത്ത് ഇവൻ ഏതോ ഒരു മുട്ട കാണുന്നുണ്ട്. നേരെ കാണുന്നില്ല, ഒരു രൂപം മറഞ്ഞു പോയെന്നായിട്ട് കാണും. സോ അവന്മാരും ഈ ഫ്ളാറ്റിന് പുറകെ വന്ന് പരിശോധിക്കുക ഹീറോ അവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. എന്നാൽ ഹീറോ അവന്മാരെ കണ്ണിപ്പെടാതെ നേരെ പോലീസുകാരുടെ നമ്പർ എടുത്ത് വിളിച്ചിട്ട് പോലീസുകാരിയോട് അവന്റെ ഫ്ളാറ്റിലേക്ക് വരാൻ പറയാണ്. പോലീസുകാരി ആരാണ് നിങ്ങളെ ആക്രമിച്ചത്, എത്ര പേരുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ചോദിക്കും. ഹീറോ അവരെ കാണാൻ ഉക്രൈനിയൻസിനെ പോലുണ്ടെന്ന് പറയും. അപ്പൊ പോലീസുകാരി അവർ ഉക്രൈനിയൻസ് അല്ല, റഷ്യൻസ് ആണ്. ഒരുപാട് നാൾ മുന്നേ തന്നെ അമേരിക്കയിൽ വന്ന് സെറ്റിൽഡ് ആയ റഷ്യൻസ് ആണ്. അവരാണ് ഇപ്പോൾ ഈ സിറ്റി കൺട്രോൾ ചെയ്യുന്നത്. അവർക്കെതിരെ തക്കതായ എവിഡൻസ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അവരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ നിന്റെ കൂട്ടുകാരൻ, അവൻ നീ പറയുന്നത് പോലെ സാധാരണക്കാരനല്ല. അവൻ അവർക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരുന്നവനാ. അവനും ഒരു ഡ്രഗ് സപ്ലൈ ചെയ്യുന്ന ആളായിരുന്നു. ഈ റഷ്യൻസിന്റെ കയ്യിൽ നിന്ന് അവൻ എന്തോ അടിച്ചു മാറ്റി എസ്കേപ്പ് ആയതാ. അവനിപ്പോ എവിടെയാണെന്നാണ് നിന്നോട് പറഞ്ഞത്. അത് കേട്ട് ഹീറോ പറയും, അവന്റെ അച്ഛന് സുഖമില്ല, ലണ്ടനിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവൻ പോയത്. അപ്പൊ പോലീസുകാരി അവനെപ്പോലെ തന്നെ നീയും ഡ്രഗ്സ് ഡീൽ ചെയ്യുന്നുണ്ടോ എന്ന് ഹീറോയോട് ചോദിക്കുകയാണ്. ഹീറോ പറയും, ഒരിക്കലുമില്ല, ഞാൻ ആ ജോലി ചെയ്യില്ല, ഞാനൊരു ബാർ ടെൻഡർ ആയിട്ടാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ പോലീസുകാരി ഏതോ 2 താടിക്കാരന്മാരുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇവരെ അറിയോന്ന് ചോദിക്കും. ഹീറോ ആണെങ്കിൽ അവരെ കണ്ടിട്ടില്ല. അപ്പൊ പോലീസുകാരി പറയാണ്, അവന്മാര് 2 പേരും ബ്രദേഴ്സാണ്, ഈ സിറ്റിയിലെ മുഴുത്ത മോൺസ്റ്റേഴ്സ്. അവരുടെ എന്തോ സാധനമാണ് ഈ റസ് അടിച്ചു മാറ്റിയിട്ട് എസ്കേപ്പ് ആയത്. അവരെ നീ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഓർത്തോ, അവർ നിന്നെ കൊന്നുകളയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെ കൂടെ കളിക്കാൻ നോക്കണ്ട. അവരെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ നീ എന്നെ ഫോൺ ചെയ്ത് പറയണം. ഹീറോ ശരിയെന്ന് പറയും.
ആ സമയത്ത് ഈ പോലീസുകാരുടെ കൂടെ വന്ന ഏതോ ഒരു പോലീസുകാർ ഹീറോയുടെ ബാത്റൂമിൽ കയറി അപ്പയിട്ടിട്ട് വെള്ളം വരുന്നില്ല എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോകും. അത് കഴിയുമ്പോൾ പോലീസുകാരി ചോദ്യം ചെയ്യലൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ പോവുകയാണ്, എന്നാലും നീ എന്തോ ഞങ്ങളോട് മറച്ചു വെക്കുന്നത് പോലെ ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറയും. അപ്പൊ ഹീറോ സത്യമായിട്ടും പറയാണ്, ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല, എനിക്കിപ്പോൾ അവരെ കണ്ടിട്ട് പേടിയാണെന്നാണ് പറയുക. പേടിക്കേണ്ട, അവരെ കണ്ടാൽ എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് ആ സ്ത്രീ ഇറങ്ങിപ്പോകുന്നു. അത് കഴിയുമ്പോൾ പോലീസുകാരൻ വൃത്തികേടാക്കിയ ക്ലോസറ്റ് ഹീറോ വൃത്തിയാക്കാണ്. ആ സമയത്ത് ഈ പൂച്ചയെ കിടത്താനുള്ള ട്രേ ബാത്റൂമിലായിരുന്നു കാമുകി വെച്ചിരുന്നത്. ആ ട്രേക്കകത്ത് വലിയൊരു എന്താ പറയുക, മലയാളത്തിൽ പറയണോ ഇംഗ്ലീഷിൽ പറയണോ, കണ്ടിക്ക് എന്നാ ഇംഗ്ലീഷിൽ പറയുക, ഷിറ്റോ, ഒരു ഷിറ്റ് പീസ്, ഒരു വലിയ ഷിറ്റ് പീസ് ഈ ട്രേ കിടക്കുന്ന ഹീറോ കാണും. അപ്പൊ ഹീറോ പൂച്ചയോട് ചോദിക്കുകയാണ്, നീ എന്താടാ മനുഷ്യനെ പോലെ തൂറാൻ തുടങ്ങിയോന്ന്. പൂച്ച അതിന് മറുപടി ഒന്നും പറയില്ല. അതിന് വിഷമായി, പാവം. എന്തായാലും ഇത് എടുത്ത് കളയാന്നും പറഞ്ഞ് ഹീറോ കോരി കൊണ്ട് അതിനെ പൊക്കാൻ നോക്കുമ്പോഴാണ് അത് പീം പീ എന്ന് ശബ്ദം ഉണ്ടാക്കുന്ന കേൾക്കുക. സോ ആ അപ്പിക്കഷ്ണം യഥാർത്ഥ അപ്പിയല്ല, ഒരു പാവയായിരുന്നു. ഹീറോ ആ പാവ എടുത്ത് പരിശോധിക്കുമ്പോൾ അതിനകത്തൊരു കീ ഉണ്ടാവും. സോ ഈ വില്ലന്മാർ അന്വേഷിച്ചു വന്ന ഒരു പക്ഷേ ഈ കീ ആയിരിക്കാം. ഈ സമയത്താണ് വീടിന് വെളിയിലായി ആരോ രണ്ടാൾക്കാർ സംസാരിക്കുന്നത് ഹീറോ കേൾക്കുക. ചെന്ന് നോക്കുമ്പോണ്ട് പോലീസുകാരി ഫോട്ടോയിൽ കാണിച്ച ആ റഷ്യൻ മാഫിയ ഗ്യാങ്ങിന്റെ തലവന്മാര് 2 പേര്. അവര് തൊട്ടടുത്ത ഫ്ളാറ്റിന്റെ ഡോറ് തുറക്കാൻ ശ്രമിക്കുക. ഹീറോ ആ ഫ്ളാറ്റിലാണ് താമസം എന്ന് വിചാരിച്ചിട്ട് ഉടനെ ഹീറോ പോലീസുകാരെ വിളിക്കാൻ നോക്കും. എന്നാൽ കോൾ കണക്ട് ആവുന്നില്ല. അപ്പോൾ ഒരു വോയിസ് മെസ്സേജ് അയക്കുകയാണ്, നിങ്ങൾ പറഞ്ഞ ആ വില്ലന്മാര് എന്റെ അപ്പാർട്ട്മെന്റിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, എന്നാൽ അവരെന്നെ കണ്ടില്ല. അവരന്വേഷിക്കുന്ന സാധനം എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും ഇവിടെ വെച്ചാൽ സേഫ് അല്ല, ഞാനത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാം, എന്നിട്ട് നിങ്ങളെ വിളിക്കാമെന്നും പറഞ്ഞ് ഹീറോ കോൾ കട്ട് ചെയ്തിട്ട് ഈ കീ എടുത്തോണ്ട് അവന്റെ ബാർ ഓണറെ കാണാൻ വരും. അയാളാണെങ്കിൽ കൂട്ടുകാർക്കൊപ്പം കുടിച്ചോണ്ടിരിക്കുന്ന സമയം. ഹീറോ ചെല്ലുമ്പോൾ നീയും 2 പെഗ്ഗടിക്കുന്നും പറഞ്ഞ് നിർബന്ധിച്ച് ഹീറോയ്ക്ക് ഓരോ പെഗ് കൊടുക്കും. വെള്ളം അടിച്ച ഉടനെ ഹീറോ പഴയതെല്ലാം മറന്ന് വീണ്ടും വീണ്ടും വാങ്ങിച്ചു കുടിച്ചപ്പോൾ നല്ല ഫിറ്റായിരിക്കുക. അവൻ എന്താ ചെയ്യണമെന്ന് ഓർമ്മയില്ല. നല്ല ഫിറ്റായതുകൊണ്ട് തന്നെ ഈ ബാർ ഓണർ അവന്റെ കാമുകിയെ വിളിച്ചിട്ട് ഹീറോയെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറയും. ഹീറോ ആണെങ്കിൽ റോഡിലിറങ്ങി ഫിറ്റായതുകൊണ്ട് പല അഭ്യാസങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ കാമുകി, നിന്റെ തോന്നിയാസങ്ങൾ തീർന്നില്ലേ, ഇനിയും നിനക്ക് എന്താ കാണിക്കാനുള്ളത്, ജീവിതം ഈ ഒരു അവസ്ഥയായിട്ടും നീ അടങ്ങിയിട്ടില്ലേ സൂപ്പർ സ്റ്റാർ എന്ന് പറയും. ആ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞതിൽ ഹീറോയ്ക്ക് വിഷമായി. കാരണം ഒരു കാലത്ത് അവൻ സൂപ്പർ സ്റ്റാർ ആയിരുന്നു, ഇപ്പോഴാണ് ഒന്നുമില്ലാതായത്. നീ എന്തുകൊണ്ടാ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കാത്തത് എന്ന് ചോദിച്ചില്ലേ. ഞാൻ ജീവിതത്തിൽ ഏറ്റവും വില കൽപ്പിച്ച് തന്നെ എനിക്ക് നഷ്ടപ്പെട്ടു. എല്ലാം ഉണ്ടായിരുന്നാണ് എനിക്ക്, ഒരു നിമിഷത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു. എന്നിട്ട് ഇപ്പൊ എനിക്ക് ചുറ്റും ഗാർബേജുകൾ മാത്രമാണ്, മറ്റൊന്നും തന്നെയില്ല. ഹീറോ ഇങ്ങനെ പറഞ്ഞപ്പം കാമുകി തന്നെയും അവൻ ഗാർബേജായി കണക്കൂട്ടി എന്ന് വിചാരിച്ചിട്ട്, നിനക്ക് ഞാനൊരു ഗാർബേജ് ആണോടാ, എന്നാ ഇനി നിന്നോടൊപ്പം കൂട്ടില്ല എന്നും പറഞ്ഞ് അവൾ ഏതോ ഒരു കാറ് പിടിച്ച് അവളുടെ വീട്ടിലേക്ക് പോകും. സോ ഹീറോ ഒറ്റയ്ക്ക് തിരിച്ച് അവന്റെ ഫ്ളാറ്റിലേക്ക് വരികയാണ്. അപ്പാർട്ട്മെന്റിലേക്ക് കയറുന്നതിന് മുന്നേ തന്നെ വയറിളകി ഛർദ്ദിക്കാൻ തുടങ്ങും. ഛർദ്ദിയെല്ലാം വസ്ത്രത്തിലാവുമ്പോൾ ഇവൻ റോഡിൽ വെച്ച് തന്നെ ആ വസ്ത്രങ്ങളെല്ലാം വലിച്ചോരി ട്രൗസർ ഇട്ട് അവന്റെ മുറിയിലേക്ക് വരികയാണ്. പഴയ ബേസ്ബോൾ പ്ലെയർ ആയിരുന്നു. ആ ജീവിതമാണ് ഹീറോയ്ക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് അതിന്റെ ഓർമ്മയ്ക്ക് ബേസ്ബോൾ എടുത്ത് കറക്കി ബോധം കെട്ടവൻ നിലത്തേക്ക് വീഴുക. ഇപ്പോഴാണ് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. നേരത്തെ ഹീറോയുടെ ഒരു ആക്സിഡന്റ് കാണിച്ചില്ലേ, ആ ആക്സിഡന്റിൽപ്പെട്ട് അവന്റെ ആത്മസുഹൃത്തായ നിക്കി മരണപ്പെട്ടു പോയി. ഹീറോയുടെ മുട്ടിനാണെങ്കിൽ വലിയ ഫ്രാക്ചർ പറ്റിയിട്ട് അവൻ ഇനി ബേസ്ബോൾ കളിക്കാൻ യോഗ്യനല്ലാതായി. അതോടുകൂടെ അവന്റെ കരിയർ അവസാനിക്കുകയായിരുന്നു. ഈ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് ഹീറോ കണ്ണു തുറക്കുമ്പോൾ പിറ്റേ ദിവസം രാവിലെയായി. ഹീറോയെ തല്ലി ആ 2 മൊട്ട റൗഡികളും വന്നിട്ടുണ്ട്, ഒപ്പം ഒരു കുറുന്താടിക്കാരനുണ്ട്. അവർ വീണ്ടും ഹീറോയെ പിടിച്ച് കസേരയിൽ ഇരുത്തിയിട്ട് തല്ലാൻ തുടങ്ങുക. നേരത്തെ തല്ലി കിഡ്നി പൊട്ടിച്ചു കളഞ്ഞു, ഇനിയും പിടിച്ച് തല്ലിയവന്മാര് എന്താ കാണിക്കാൻ പോണേന്നറിഞ്ഞില്ല. ഇപ്പൊ ആ കുറുന്താടിക്കാരൻ, സത്യം ഞങ്ങളോട് പറഞ്ഞാൽ നിന്നെ വെറുതെ വിടാം, നീയായിട്ട് ഒരു വിരോധമില്ല, അല്ലെങ്കിൽ നിന്നെയും നിനക്ക് വേണ്ടപ്പെട്ടവരെയും ഞങ്ങൾ കൊന്നുകളയും, സത്യം പറയും, റസ് എവിടെയാണെന്ന് ചോദിക്കുക. അതിന് ഹീറോ പറയും, ഞാൻ സത്യമാണ് പറയുന്നത്, റസ് ഇവിടെ വന്നിരുന്നു, അവന്റെ അച്ഛന് സുഖമില്ല, അവന് ലണ്ടനിലേക്ക് പോകണം എന്ന് മാത്രം പറഞ്ഞിട്ട് അവൻ പൂച്ചയും തന്ന് ഇവിടുന്ന് ഓടിപ്പോവാണ് ചെയ്തത്, വേറൊന്നും എനിക്കറിയില്ല. അപ്പൊ ആ കുറുന്താടിക്കാരൻ ചോദിക്കും, അവൻ മറ്റൊന്നും നിനക്ക് തന്നില്ലേ? തന്നില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല എന്ന്. അപ്പൊ ഹീറോ, അവൻ എനിക്ക് തന്നില്ല, പക്ഷെ ഒരു കീ ഞാൻ കണ്ടുപിടിച്ചിരുന്നു, അവൻ തന്ന പൂച്ചപ്പെട്ടിയിൽ ആ കീ ഉണ്ടായിരുന്നു. ഇന്നലെ ആ കീ ഞാൻ എടുത്തതാ, പക്ഷെ ബാറിൽ നിന്ന് വെള്ളമടിച്ച് ബോധം പോയപ്പോൾ ആ കീ എവിടെയാണ് വെച്ചതെന്ന് മറന്നുപോയി, ഇപ്പൊ എനിക്ക് ഓർമ്മയില്ല എന്ന് പറയും. ഉടനെ ആ വില്ലന്മാര് നിനക്ക് ഓർമ്മ വന്നോളെന്ന് പറഞ്ഞ് അവനെ ടേബിളിൽ കിടത്തിയിട്ട് അവൻ ഓപ്പറേറ്റ് ചെയ്ത ഭാഗത്ത് അടിച്ചിരുന്ന പിന്നെല്ലാം കട്ടിംഗ് പ്ലെയർ വെച്ച് വലിച്ചൂരാൻ തുടങ്ങും. ഹീറോ ജീവന് വേണ്ടി കിടന്ന് പെടയുക. അപ്പൊ ആ കുറുന്താടിക്കാരൻ, ഇനിയും നീ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിന്റെ ജീവൻ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഹീറോയെ വെടിവെക്കാൻ വേണ്ടി തോക്കെടുക്കും. പെട്ടെന്നാണ് അയൽവാസി വന്നിട്ട് ഹീറോയുടെ കതവി മുട്ടി, ഇവിടുന്ന് ബഹളം കേൾക്കുന്നുണ്ടല്ലോ, എന്താ പറ്റിയതെന്ന് വന്ന് ചോദിക്കുന്നു. ഉടനെ ആ ചെറിയ മൊട്ട ഓടിച്ചെന്ന് കഥ തുറന്നിട്ട്, ഇനി ഈ ഭാഗത്തേക്ക് വന്ന നിന്നെയും കൊന്നുകളയെന്ന് പറഞ്ഞ് അയാളെ മിരട്ടുകയാണ്. ഇത് കണ്ട കുറുന്താടിക്കാരൻ, നിന്നോട് ആരാടാ പറഞ്ഞ ഡോറ് തുറക്കാൻ, ഇപ്പൊ അവൻ നമ്മളെല്ലാം കണ്ടില്ലേ, ഇനി ഇവനെ കൊന്നുകളഞ്ഞാൽ പോലീസിനോട് പറയാൻ സാക്ഷിയായി, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇപ്പൊ അവനെ വെറുതെ വിടാമെന്നും പറഞ്ഞ് ഹീറോയ്ക്ക് ആ താടിക്കാരൻ അയാളുടെ ഫോൺ നമ്പർ എഴുതി കൊടുത്തിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിന്റെ കുടുംബത്തെയും നിന്നെ ഇല്ലാതാക്കും,
അതുകൊണ്ട് ഞങ്ങളോട് കളിക്കണ്ട, ആ കീയുമായിട്ട് എത്രയും പെട്ടെന്ന് എന്നെ വന്ന് കാണുന്നും പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോവാ. ഇവർ പോയി കഴിഞ്ഞ ഉടനെ ഹീറോ വസ്ത്രം മാറിയിട്ട് അവന്റെ പൂച്ചയെ കൊണ്ടുവന്ന് കാമുകിക്ക് കൊടുത്തിട്ട് അവന്റെ പൊട്ടിപ്പോയ സ്റ്റിച്ച് എന്തെങ്കിലും ചെയ്ത് ഒട്ടിക്കാൻ പറയും. അവളാണെങ്കിൽ പോലീസിനെ വിളിക്കാന്ന് പറയുക. അപ്പൊ ഹീറോ ഇല്ല, പോലീസിനെ വിളിക്കണ്ട, വിളിച്ചവന്മാര് നമ്മളെല്ലാവരും ഉപദ്രവിക്കും, ഇവിടെ അവർക്ക് കാര്യമായിട്ടുള്ള പിടിയുണ്ട്, ആ കീയുടെ ആവശ്യമല്ലേ ഉള്ളൂ, അത് ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കാം, അതോടെ കുഴപ്പം തീരും, ഇപ്പൊ എനിക്ക് ആ സ്റ്റിച്ച് മാത്രം പിടിപ്പിച്ചാന്നും പറഞ്ഞ് ഹീറോ അവന്റെ മുറിവ് കാണിച്ചു കൊടുക്കാണ്. ഇവളെ കയ്യിലാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ സൂചി നൂലുമില്ല, പിന്നുമില്ല. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം സൂപ്പർ ഗ്ലൂ വെച്ച് അവൾ ഒട്ടിച്ചു കൊടുക്കും. ഇതൊന്നും ആരും ചെയ്തു നോക്കല്ലേ, വലിയ പണി കിട്ടും. അത് കഴിഞ്ഞ് അവളെ ലൈറ്റർ എടുത്ത് ഒരു സിഗരറ്റും കത്തിച്ച് പെണ്ണ് കിടക്കുക. ഹീറോ എനിക്കും വേണം സിഗരറ്റ് എന്ന് പറയുമ്പോൾ ഇല്ല, നിനക്കൊരു കിഡ്നിയും കൂടെ സെറ്റ് ചെയ്തിട്ട് പിന്നെ സിഗരറ്റ് തരാമെന്ന് പറയും കാമുകി. അത് കഴിഞ്ഞ് ഹീറോ ഇന്നലെ രാത്രി എനിക്ക് എന്താ സംഭവിച്ചെന്ന് ഓർമ്മയില്ല, ഓർമ്മ വന്നാൽ മാത്രമേ ആ കീ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. ഇത് കേട്ട കാമുകി നിന്റെ ബോസ് പറഞ്ഞത് നീ അയാളോട് എന്തോ ഫേവർ ചോദിച്ചു പോയെന്നാണ്, അത് കഴിഞ്ഞിട്ടാണ് നീ ഫിറ്റായത്, പിന്നെ ബോധമൊന്നും ഇല്ലായിരുന്നു. ഇത് കേട്ട ഉടനെ ഹീറോയ്ക്ക് മനസ്സിലാകും അവൻ കീ കൊടുക്കാനാണ് ബോസിനെ കാണാൻ ചെന്നതെന്ന്. ഉടനെ ഹീറോ അവളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ബോസിന്റെ ലാൻഡ് ലൈനിലേക്ക് വിളിക്കുകയാണ്. എന്നാൽ അയാൾ ഫോൺ എടുക്കുന്നില്ല. ആ നേരത്തായിരിക്കും ആ താടി വെച്ച റഷ്യൻ മാഫിയക്കാര് ഹീറോയെ പിടിക്കാൻ വേണ്ടി വരുന്നു. ഹീറോ അവന്മാർക്ക് പിടികൊടുക്കാതെ ജീവനും കൊണ്ട് അതിവേഗത്തിൽ ഓടുക. ഈ സിനിമയിൽ വേഗത്തിൽ ഓടുന്ന അത് അതേപടി ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ആ സംഭവം കണ്ടിരിക്കാൻ രസമാണ്. എന്തായാലും അവന്മാരെ കണ്ണീ പെടാതെ ഹീറോ രക്ഷപ്പെട്ട് ഇപ്പൊ അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ബാറിലേക്ക് തന്നെ എത്തി. എന്നാൽ അവിടെ ബോസ് ഇല്ല, ബോസ് വൈകിട്ടേ വരുള്ളൂ. സോ ഹീറോ ആ കുറുന്താടിക്കാരനെ വിളിച്ചിട്ട് നിങ്ങൾ അന്വേഷിക്കുന്ന കീ എവിടെയാണെന്ന് എനിക്കറിയാം, അതെന്റെ ഫ്രണ്ടിന്റെ അടുത്താ, ഞാൻ അത് വാങ്ങിച്ച് നിങ്ങൾക്ക് തരാം, അത് കയ്യിൽ കിട്ടിയ ഉടനെ നിങ്ങളെ വിളിക്കാം, കുഴപ്പമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയും. അപ്പൊ ആ കുറുന്താടിക്കാരൻ നീ കുറച്ച് വൈകിപ്പോയല്ലോ കൂട്ടുകാരാ, ഞങ്ങൾ പറഞ്ഞതായിരുന്നു ഞങ്ങളെ പറ്റിക്കാൻ നോക്കിയാൽ നിന്റെ കുടുംബത്തിലെ ഓരോരുത്തരായിട്ട് കൊല്ലപ്പെടുമെന്ന്, ഇനിയിപ്പോ എന്താ ചെയ്യാൻ പറ്റുക, എത്രയും പെട്ടെന്ന് കീ റെഡിയായിട്ട് വിളിക്കുന്നും പറഞ്ഞ് അയാൾ കോള് കട്ട് ചെയ്യും. ഇത് കേട്ട ഉടനെ ഹീറോ പേടിച്ച് അവന്റെ കാമുകിയുടെ വീട്ടിലേക്ക് ഓടി വരാം. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന പൂച്ചേനെ വരെ ഈ റൗഡികൾ ഉപദ്രവിച്ചിട്ടുണ്ട്. പൂച്ചയുടെ കാലൊടിഞ്ഞിരിക്കുന്നു. പൂച്ചയെ കണ്ടു കഴിഞ്ഞ് ഹീറോ അകത്തേക്ക് കിടക്കുമ്പോണ്ട് ഹീറോയിന്റെ തലയിൽ വെടിവെച്ച് ആരോ അവനെ കൊന്നിരിക്കുകയാണ്. അത് കണ്ട് ഹീറോയുടെ നെഞ്ച് തകർന്നു പോകും. അവൻ പൊട്ടിക്കരഞ്ഞിട്ട് പോലീസിനെ വിളിക്കും. നമ്മുടെ പോലീസ് ലേഡി വന്ന് ഹീറോയെ വിളിച്ചുകൊണ്ട് പോകുന്നു സ്റ്റേഷനിലേക്ക്. എന്നിട്ട് നീ ഇപ്പൊ ചെയ്തു കൂട്ടിയ കാരണം കൊണ്ടാണ് ഹീറോയിൻ മരണപ്പെട്ടിരിക്കുന്നത്, ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിക്കാതിരിക്കണമെങ്കിൽ നിനക്ക് ഈ വിഷയത്തിൽ അറിയാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടെങ്കിൽ അത് നീ പോലീസുകാരോട് പറയണമെന്ന് പോലീസുകാർ പറയും. ഹീറോ കരഞ്ഞോണ്ടിരിക്കുന്നതുകൊണ്ട് നിനക്കൊരു ചായ വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞ് പോലീസുകാർ ഹീറോയെ അടുത്തുള്ള കോഫി ഷോപ്പിലേക്ക് വിളിച്ചോണ്ട് പോവാം. അപ്പൊ ഹീറോ ചോദിക്കും ആരായിരിക്കും ഹീറോയിനെ കൊന്നിട്ടുണ്ടാവുകയെന്ന്, ആ കുറുന്താടിക്കാരനായിരിക്കുമെന്ന്. അപ്പൊ ആ പോലീസുകാരി അല്ല, കുറുന്താടിക്കാരനായിരിക്കാൻ വകയില്ല, കാരണം അവൻ പേടിത്തൊണ്ടനാ, പെട്ടെന്ന് അവൻ കൊലപാതകം ചെയ്യില്ല. പെട്ടെന്ന് ആൾക്കാരെ തട്ടുന്ന ആ റഷ്യൻ ബ്രദേഴ്സാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവരുടനെ തട്ടിക്കളയും. ഇവരുടെയൊക്കെ കോമൺ ആയിട്ടുള്ള എന്തോ ഒരു സാധനമാണ് റെസ്റ്റ് എടുത്ത് മാറ്റി വെച്ചിരിക്കുന്നത്. അതെന്താണ്, എവിടെയാണത്, ആ എവിഡൻസ് ആണ് പോലീസുകാർക്ക് വേണ്ടത്. അപ്പൊ ഹീറോ പറയും ഞാൻ ആദ്യമേ നിങ്ങളെ വിളിക്കണമായിരുന്നു, അങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ എന്റെ കാമുകിക്ക് ഇത് സംഭവിക്കില്ലായിരുന്നു. എന്തായാലും ഇപ്പൊ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കീ എന്റെ കയ്യിലുണ്ട്, അതെന്റെ കൂട്ടുകാരന്റെ കയ്യിലാണ്, നമുക്ക് അങ്ങോട്ട് പോവാം, ഞാനത് നിങ്ങൾക്ക് വാങ്ങിച്ചു തരാം. ഇത് കേട്ട പോലീസുകാർ ചിരിക്കും. ഇതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരുന്നത്, നമുക്ക് എല്ലാവരെയും കൊടുക്കാം, ഇനി നീ പേടിക്കണ്ട, ബാക്കപ്പിന് പോലീസുകാർ വരും, കുറച്ച് സമയം കൂടെ കാത്തിരിക്കാമെന്നും പറഞ്ഞ് ആ പെണ്ണൊരു കുക്കിയും കഴിച്ച് കാത്തിരിക്കുക. കുറച്ചു നേരം കഴിയുമ്പണ്ട് ആ 2 മൊട്ടകളും കുറുന്താടിക്കാരനും വില്ലന്മാരും ഈ കഫേയിലേക്ക് കയറി വന്നിരിക്കുന്നു. അപ്പോ നമ്മുടെ പോലീസുകാരി ഈ വില്ലന്മാരെ ഗ്യാങ്ങിലൊരു മെമ്പറായിരുന്നു. ഇതിപ്പോ എവിടെ തൊട്ടാലും കുഴപ്പമാണ്, ആരെയും വിശ്വസിക്കാനും പറ്റില്ല. ഇനിയുള്ള ഒരൊറ്റ ചോയ്സ് ആ കീ എങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കാന്നുള്ള. ഇവര് ഹീറോയെ കാറി കയറ്റി ഹീറോ ജോലി ചെയ്യുന്ന ബാറിന് മുന്നിലേക്ക് വരും. അവിടെ ഇപ്പൊ ബോസ് ഉണ്ട്. ആ സമയത്ത് ഹീറോ ദേഷ്യപ്പെട്ടിരിക്കുന്ന കണ്ടിട്ട് കുറുന്താടിക്കാരൻ ചോദിക്കുകയാണ് ഇവൻ എന്താ പറ്റിയെന്ന്. പോലീസുകാർ പറയും അവൻ വിചാരിക്കുന്നു അവന്റെ കാമുകിയെ നീയാണ് കൊന്നതെന്ന്. നീ അല്ല എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു, നിനക്ക് അത്ര ബോധമൊന്നുമില്ല. ഇപ്പൊ ആര് കാമുകിയെ കൊന്നു എന്നുള്ളതല്ല പ്രശ്നം, ഇനി ബാക്കിയുള്ളവർ കൊല്ലപ്പെടാൻ പാടില്ല. അതുകൊണ്ട് നീ നൈസായി ചെന്ന് ആ കീ വാങ്ങിച്ചുകൊണ്ട് വാന്ന് പോലീസുകാർ പറയും. ഹീറോ അതനുസരിച്ചിട്ട് അവരെ ബാറിലേക്ക് ചെന്ന് ഓണറോട് ഇന്നലെ ഞാൻ നിങ്ങൾക്കൊരു കീ തന്നിരുന്നില്ലേ, അത് തിരിച്ചു വേണമെന്ന് ചോദിക്കും. അപ്പൊ ഓണർ ആവട്ടെ ഇന്നലെ നീ ഫിറ്റായിട്ട് ഇവിടെ കിടന്ന് ഡാൻസ് കളിച്ചേ ഉള്ളൂ, എനിക്ക് കീ ഒന്നും തന്നിട്ടില്ല എന്ന് പറയാണ്. ഹീറോയെ കുറച്ചു നേരമായിട്ട് കാണാത്തോണ്ട് പോലീസുകാരിയും ആ റൗഡികളും ഈ ബാറിനകത്തേക്ക് കയറി വരും. എന്നിട്ട് ഹീറോയുടെ ബോസിനോട് നിങ്ങളെ ചെറുക്കൻ ഒരു കേസിൽപ്പെട്ടിട്ടുണ്ട്, ആ കേസുമായി ബന്ധപ്പെട്ടുള്ള എവിഡൻസ് നിങ്ങൾക്ക് തന്നു എന്നാണ് അവൻ പറയുന്നത്. അതിപ്പോ എവിടെയാണുള്ളത്, ആ കീ എവിടെയാണുള്ളതെന്ന് ചോദിക്കും. അപ്പൊ ഈ ബോസിന്റെ കൂട്ടുകാരനൊരു മൊട്ടത്തലയൻ ഇതേ ബാറിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ റൗഡികളുടെ മെരട്ടല് കാണുമ്പോൾ അയാൾക്ക് ദേഷ്യം വരും. അയാൾ ഉടനെ നിങ്ങളൊക്കെ എവിടുത്തെ പോലീസാടാ, ഇവിടുത്തെ പോലീസുകാരെയൊക്കെ എനിക്കറിയാം, അനാവശ്യമായി ഞങ്ങളുടെ ബാറിൽ കയറി വന്ന് മെരട്ടുന്നോ, നിന്നെയൊക്കെ തല്ലി ഞാൻ ഇവിടുന്ന് പുറത്താക്കുന്നു പറഞ്ഞ് കുറുന്താടിക്കാരന്റെ കോട്ടി കയറി പിടിക്കുന്നു. ഉടനെ കുറുന്താടി ടെൻഷനായി അവന്റെ തോക്കെടുത്ത്
ഈ തടിയൻ കൂട്ടുകാരനെ വെടിവെച്ച് കൊന്നുകളയും. അത് കഴിഞ്ഞ് ബോസിനോട് ഞാൻ 1 2 3 എണ്ണുന്നതിന് മുന്നേ കീ എവിടെയാണെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ നിന്നെയും കൊന്നുകളയെന്ന് പറഞ്ഞിട്ട് കൗണ്ട് ചെയ്യാൻ തുടങ്ങുക. അപ്പണ്ട് പോലീസുകാരി നീ ഒന്ന് അടങ്ങിയിരിക്കടാ, ഇവിടുത്തെ സീൻ വഷളാക്കല്ലേ, തോക്ക് താഴെ വെക്കി എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ കുറുന്താടി തോക്ക് താഴെ വെക്കുന്നില്ല. ഉടനെ പോലീസുകാരി തോക്കെടുത്ത് കുറുന്താടിയുടെ മണ്ടയ്ക്കൊന്ന് പൊട്ടിച്ചിട്ട് അയാളെ കൊന്നുകളഞ്ഞു. എന്നിട്ട് ഈ മരിച്ചിടക്കുന്ന ആളുടെ കയ്യിലേക്ക് മറ്റൊരു തോക്ക് വെച്ചു കൊടുത്തിട്ട് അവർ പരസ്പരം വെടിവെച്ച് ചത്താന്നുള്ള ഒരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബോസിനോട് ചോദിക്കുകയാണ്, കീ എവിടെയാണ്, സത്യം പറഞ്ഞില്ലെങ്കിൽ നിങ്ങളെയും കൊന്നുകളയുന്നു. അപ്പൊ ബോസ് പറയും, കീ എന്റെ സേഫിനകത്തുണ്ട്, ഞാനത് ഒളിച്ചു വെച്ചിരിക്കുകയായിരുന്നു, നിങ്ങൾക്ക് എടുത്തു തരാം, വരൂ കാണിച്ചു തരാമെന്നും പറഞ്ഞ് സ്റ്റോർ റൂമിൽ കൊണ്ടുപോയി അവിടുത്തെ സേഫ് കാണിച്ചു കൊടുക്കും. പോലീസുകാരി നമ്പർ അടിച്ച് തുറക്കുമ്പോൾ അത് തുറക്കുന്നില്ല. അപ്പൊ ബോസ് ആണെങ്കിൽ ആ ലോക്ക് ഇത്തിരി പ്രശ്നമുള്ളതാ, പഴയതാ, ഞാൻ റെഡിയാക്കി തരാമെന്നും പറഞ്ഞ് ഇയാൾ ചെന്ന് ലോക്ക് തുറന്ന് കീ എടുക്കുന്ന പോലെ കാണിച്ചിട്ട് പെട്ടെന്ന് അയാൾ ഒളിച്ചു വെച്ചിരുന്ന ഷോട്ട് ഗൺ എടുത്ത് ഇവരെ ചറപറ വെടിവെക്കാൻ തുടങ്ങുക. റൗഡികളെല്ലാം പേടിച്ച് പുറത്തേക്ക് പോയി. ഉടനെ ഇയാൾ ആ സ്റ്റീൽ ഡോർ അടച്ചിട്ട് അതിലെ ഹോളി കൂടെ അവന്മാരെ വെടിവെക്കാൻ തുടങ്ങും. എന്നിട്ട് ഹീറോയോട് ചോദിക്കുകയാണ്, ഏത് തെണ്ടികളെയാടാ നീ കൊണ്ടുവന്ന് അവന്മാരെന്റെ കൂട്ടുകാരനെ കൊന്നുകളഞ്ഞു, അവന്മാരെ ഞാൻ വെറുതെ വിടില്ല, നിനക്ക് എന്താ പറ്റിയത്, എന്താ ഇവിടെ നടക്കണേന്ന്. ഹീറോയ്ക്കാണെങ്കിൽ മറുപടിയില്ല, ഒന്നും പറയാൻ പറ്റുന്നില്ല. ആ സമയത്ത് ഈ വില്ലന്മാര് അതേ ഹോളി കൂടെ ഇവരെ തിരിച്ചു വെടിവെക്കാൻ നോക്കുന്നുണ്ട്. അപ്പൊ ഈ ബോസ് ഒതുങ്ങി നിൽക്കാതെ എല്ലാത്തിനെയും ഞാൻ കൊന്നുകളയെന്ന് പറഞ്ഞ് ഡോറ് വലിച്ചൊരു തുറക്കല. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇയാൾ തുറന്ന് വെടിവെക്കുമ്പോഴേക്കും കാത്തിരുന്ന മുട്ടകള് ബോസിനെ ചറപറ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ഹീറോ ഉടനെ ചാടി വീണ് ആ ഡോർ അടച്ചു വെക്കുകയാണ്. പുറത്തേക്ക് പോകില്ല, ഞാൻ പുറത്തു വരില്ല എന്ന് അവൻ തറപ്പിച്ചു പറയും. അപ്പൊ പോലീസുകാരി, ഈ കേസെല്ലാം കൂടെ നിന്റെ തലയിലാണ് കെട്ടിവെക്കുന്നത്, നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ആ കീയുമായിട്ട് എന്നെ വന്ന് കാണാം, അല്ലെങ്കിൽ ഒരു വഴിക്കും നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നും പറഞ്ഞു പോകും. ഇവര് പോയി കഴിഞ്ഞ് ഹീറോ നൈസായി അവിടുന്ന് ഇറങ്ങി എസ്കേപ്പായി ഇവന്റെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു വരിക. അപ്പോഴാണ് ഇവൻ ഛർദ്ദിച്ചു വെച്ചതിന്റെ പാട് ഗ്ലാസ്സിൽ കിടക്കുന്നത് കാണാം. സോ പഴയ കാര്യങ്ങൾ അവന് ഓർമ്മ വരും. ഇവിടെ വെച്ച് അവൻ വസ്ത്രങ്ങൾ അഴിച്ച് മാറ്റിയിട്ടുണ്ട്, എന്നിട്ട് അത് ഗാർബേജിലേക്ക് ഇട്ടു. ആ അഴിച്ച പാന്റിലുണ്ടായിരുന്നു ഈ കീ. ആ പാന്റ് എവിടെയാന്ന് നോക്കുമ്പോൾ നമ്മുടെ പിച്ചക്കാരൻ ധരിച്ചിരിക്കുകയാണ് ആ പാന്റ്. അയാളെ ചെന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ട്, നിങ്ങളെ പാന്റ് പോക്കറ്റിൽ എനിക്ക് വേണ്ടപ്പെട്ടൊരു കീ ഉണ്ട്, അത് എടുത്തു തരുമെന്ന് ചോദിക്കും. പുള്ളിക്കാരൻ തപ്പി നോക്കുമ്പോൾ ആ കീ അവിടെ ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് ഇപ്പൊ കീ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയെങ്കിലും തിരിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് ഹീറോ മുറിയിലേക്ക് വന്ന് വസ്ത്രം മാറി നിൽക്കുമ്പോഴാണ് ഏതോ ഒരാള് കതവി വന്ന് മുട്ടുന്നു. കയ്യിലെ ബേസ്ബോൾ എടുത്ത് ഡോറ് തുറന്നുടനെ ആ മുട്ടിയവന്റെ മണ്ടയ്ക്കൊന്ന് കൊടുക്കും ഹീറോ. നോക്കുമ്പോണ്ട് നമ്മുടെ ഡീമനാണത്. ഈ തൊല്ലയ്ക്കെല്ലാം കാരണമായ ഡീമൻ. എടാ നാറി, നീ എന്ത് തെണ്ടിത്തരാടാ കാണിച്ച്, നീ കാരണം എത്ര കുഴപ്പങ്ങളാണെന്ന് ഇവിടെ ഉണ്ടായത്. ഈ കീയിൽ എന്ത് രഹസ്യമാണ് ഒളിച്ചിരിക്കുന്നത്, സത്യം പറ. ആ പണം എവിടെ? അവരെന്റെ പെണ്ണിനെ കൊന്നുകളഞ്ഞു, നിനക്കറിയാം ഇവിടെ എന്തോരം കുഴപ്പങ്ങളുണ്ടായെന്ന്. എന്നെ കൊലയ്ക്ക് കൊടുത്തിട്ട് നീ എസ്കേപ്പ് ആയതാണോ? ഇത് കേൾക്കുമ്പോൾ ഡീമൻ പറയാണ്, നീ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് നമ്മുടെ കാർ എടുക്കാമെന്നും പറഞ്ഞ് ഇവര് വന്ന് ഡീമന്റെ കാറിനകത്തേക്ക് കയറും. എന്നിട്ടാണ് നടന്ന സത്യങ്ങൾ ഡീമൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇവൻ ആ വില്ലന്മാരുടെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതല്ല. ശരിക്കും അവന്റെ അച്ഛന് സുഖമില്ലായിരുന്നു, അതുകൊണ്ട് അച്ഛനെ കാണാൻ വേണ്ടി പോയതാ. പഴയ കാലമായതുകൊണ്ട് ഈ വില്ലന്മാരെ ഫോണിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല, വേറെ രാജ്യത്തായിരുന്നു. അപ്പൊ വില്ലന്മാരെന്ത് വിചാരിച്ചു, ഡീമൻ അവരെ പറ്റിച്ചു പോയതാണെന്ന്. ഈ വില്ലന്മാരെല്ലാം ഡ്രഗ് ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടിരുന്നു, അതിന് പോലീസുകാരിയും കൂട്ടായിരുന്നു. ഇവർ ആ ബിസിനസ് ചെയ്യുന്ന പണം ഒളിച്ചു വെക്കാൻ വേണ്ടി ഒരു സ്ഥലം വേണം. അങ്ങനെയാണ് ഇവർ ഡീമന്റെ അടുത്ത് ആ പണം കൊടുത്തു വെച്ചിരുന്നത്. എല്ലാവരുടെ പണവും ഡീമൻ അത് ഒരു സ്ഥലത്ത് ഒളിച്ചു വെച്ചിരുന്നു. എന്നിട്ട് പെട്ടെന്ന് അവനെ കാണാണ്ടായപ്പം ഇവർ വിചാരിച്ചു ഇവൻ അവരെ പറ്റിച്ചു പോയതാണെന്ന്. ഇപ്പൊ ആ പണമുള്ള സ്ഥലം കാണിച്ചു തരാമെന്നും പറഞ്ഞ് ഡീമൻ ഹീറോയെ കൊണ്ടുപോയി ഒരു ഷട്ടറിന് പുറകിൽ അവൻ ഒളിച്ചു വെച്ചിരിക്കുന്ന പണം കാണിച്ചു കൊടുക്കും. ഏകദേശം $4 മില്യൺ ഉണ്ടത്. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് അവൻ ചോദിക്കുമ്പം ഹീറോ പറയാണ്, നമുക്ക് ആ പോലീസുകാരെ വിളിച്ച് പണം ഇവിടെയുണ്ട്, ഞങ്ങൾ കുഴപ്പമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, സത്യാവസ്ഥ ഇതാണെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ വെറുതെ വിടുമല്ലോ, നമുക്ക് അങ്ങനെ ചെയ്യാന്ന് പറയും. അപ്പോൾ ഓറൽ ബി തലയൻ, ആ പോലീസുകാരി അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല, അവള് ചിലപ്പോൾ ചതിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയും. അപ്പൊ ഹീറോ, ഞാൻ ആദ്യം അമ്മയ്ക്കൊന്ന് ഫോൺ ചെയ്യട്ടെ എന്നും പറഞ്ഞ് ഈ മുടിയന്റെ കയ്യിൽ നിന്ന് ഫോണും വാങ്ങിച്ച് അമ്മയ്ക്കൊരു ഫോൺ ചെയ്യും. അമ്മയോട് ടിവിയിൽ ചിലപ്പോൾ എനിക്കെതിരെ ന്യൂസ് വരാൻ സാധ്യതയുണ്ട്, അതൊന്നും അമ്മ വിശ്വസിക്കണ്ട, ഞാൻ ചെറിയൊരു കുഴപ്പത്തിൽ പെട്ടിരിക്കുക, ആ കുഴപ്പം എത്രയും പെട്ടെന്ന് സോൾവ് ചെയ്ത് ഞാൻ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വരാം, അതുവരെ അമ്മ പേടിക്കാതിരിക്കുക, ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല എന്ന് പറയും. അപ്പണ്ട് നമ്മുടെ ബ്രഷ് മുടിയൻ പെട്ടെന്ന് പുറകീന്ന് ഹീറോയെ തോക്ക് കാണിച്ച് ആ കോള് കട്ടായി, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. എന്താന്ന് ചോദിക്കുമ്പോൾ, ഞാനിപ്പോൾ അവരെ പറ്റിച്ചിട്ടില്ല എന്ന് പറഞ്ഞാലും അവർ വിശ്വസിക്കാൻ പോകുന്നില്ല, എന്നെ കൊന്നു കളയാനാണ് ചാൻസ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ ഈ പണവുമായിട്ട് കടന്നു കളയുന്നതാണ് നല്ലതെന്ന് പറയും. അപ്പൊ ഹീറോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കുക. അതിന് മുടിയൻ പറയും, സോറി നൻപ, നിന്റെ കാര്യം ഇനി എനിക്ക് നോക്കാൻ പറ്റില്ല, നീ എങ്ങനെയെങ്കിലും അത് മാനേജ് ചെയ്യും, ഞാൻ എന്തായാലും ഈ പണവുമായിട്ട് ഇവിടുന്ന് കടന്നു കളയാൻ പോവാ, നീ ഇപ്പൊ കുറച്ചു നേരം ഈ മുറിയിലിരിക്കുന്നും പറഞ്ഞ് ഹീറോയെ ഭീഷണിപ്പെടുത്തി ആ ഷട്ടറിനകത്തേക്ക് കയറാൻ പറയാ. അപ്പൊ ഹീറോ, ഇന്ന് ഈ മൊബൈൽ തിരിച്ചു വാങ്ങിച്ചോന്ന് പറഞ്ഞ് അതവന്റെ മോന്തയ്ക്ക് വലിച്ചെറിഞ്ഞിട്ട് അവനെ റാൻഡി ഓട്ടൻ കുത്തി വീഴ്ത്തുന്ന പോലെ കുത്തി വീഴ്ത്തി ബോധം കെടുത്തും. എന്നിട്ട് അവന്റെ തോക്കും തട്ടിയെടുക്കും. അത് കഴിഞ്ഞ് പോലീസുകാരെ വിളിച്ച്, റസ് തിരിച്ചു വന്നു, അവൻ എന്റെ കൂടെയുണ്ട്, ഇപ്പൊ അവൻ മറച്ചു വെച്ച പണവും എന്റെ കയ്യിലുണ്ട്, ഞാനത് നിങ്ങൾക്ക് തരാം, ഈ കേസിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി തരണം, അതിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഹീറോ ചോദിക്കുക. അപ്പൊ ആ ലേഡി പറയും, ആ പണം മുഴുവൻ ആദ്യം എനിക്ക് വേണം, അത് കൊടുക്കേണ്ട ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ കേസിൽ നിന്ന് നിനക്ക് ഊരിപ്പോകാം, മാത്രമല്ല ഇതെല്ലാം തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി എനിക്കൊരാളും കൂടെ വേണമെന്ന് പറയും.
പറയും. അപ്പൊ ഹീറോ അതിനൊക്കെ നല്ല മുടിയുള്ളൊരുത്തനുണ്ട്, ഞാൻ അവനുമായിട്ട് വരാമെന്ന് പറയാണ്. എന്നിട്ട് നമ്മുടെ മുടിയനെ പിടിച്ച് വണ്ടി കയറ്റി അവർ കാറും എടുത്ത് ഈ പോലീസുകാരെ കാണാൻ വേണ്ടി ഏതോ ഒരു ഗ്രൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ആ പോലീസുകാരി വലിയൊരു കാറുമായിട്ട് അങ്ങോട്ടെത്തും. എന്നാൽ പോലീസുകാരിയെ കണ്ട ഉടനെ നമ്മുടെ മുടിയൻ പേടിച്ചിട്ട് അവൾ എന്നെ കൊന്നുകളയും, നീ അവൾക്ക് എന്നെ കൊടുക്കരുത്, ഞാൻ അവളുടെ കൂടെ പോവില്ല എന്നും പറഞ്ഞ് ഇറങ്ങി ഓടാൻ നോക്കുക. അപ്പൊ ഹീറോ മുടിയനെ പിടിച്ചു വെച്ചിട്ട് ആ പോലീസുകാരിയോട് പറയും, ഇവന്റെ കയ്യിൽ തന്നെയുണ്ട് കീ, ആ സ്ഥലവും ഇവനറിയാം, ദയവേത് ഇവനെ പിടിച്ചോണ്ട് പോയിട്ട് എന്നെ വിടണമെന്ന് പറയും. അപ്പൊ അവരും അത് സ്വീകരിക്കാൻ തയ്യാറാണ്. എന്നാൽ ഈ മുടിയൻ ആ മുട്ടകളിൽ ഒരുത്തന്റെ തോക്ക് പിടിച്ചു വാങ്ങിയിട്ട് രണ്ടാമത്തെ മുട്ടയെ വെടിവെച്ച് കൊന്നുകളയും. അത് കഴിഞ്ഞ് ഇവരെല്ലാം തോക്ക് കാണിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് മുടിയൻ ഓടി വന്ന് കാറിൽ കയറുക. എന്നിട്ട് ഹീറോയോട് കാർ എടുക്കാൻ പറയും. ഉടനെ ഈ പോലീസുകാരിയും മറ്റേ മുട്ടയും ഇവരെ ആക്രമിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ മുടിയൻ കാറുമായിട്ട് വിട്ടടിച്ചു പോകും. ഈ പോലീസുകാരി വിടാതെ പുറകെ തുരത്തി പോകുന്നുണ്ട്. അവളെ മറ്റൊരു വണ്ടിയിൽ ഇടിപ്പിച്ച് കുടുക്കിയിട്ട് ഇവരവിടുന്ന് രക്ഷപ്പെട്ടു പോവുക. എന്നാൽ മുടിയൻ ഒരുപാട് ദൂരം വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല, കാരണം അവനൊരു വെടി കൊണ്ടിട്ടുണ്ട്. ഇനി അവനുമായിട്ട് രക്ഷപ്പെടണമെങ്കിൽ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലണമെന്ന് പറഞ്ഞിട്ട് ഹീറോ അവനെയും കൊണ്ട് നടത്തി അടുത്ത സബ്വേ സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. അവിടുന്ന് ഒരു ട്രെയിൻ കയറി തൽക്കാലം ഈ പോലീസുകാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ നേരത്ത് മുടിയൻ ഹീറോയോട് പറയാണ്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ പൂച്ചയെങ്കിലും നീ നോക്കണമെന്ന്. ഹീറോ നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് പറയും. പക്ഷെ അത് പറഞ്ഞ് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും മുടിയൻ ചത്തു കഴിഞ്ഞു. അവൻ അവിടെ തന്നെ ഇട്ടിട്ട് ഹീറോ മെല്ലെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഓടിക്കളയും. എവിടെയെങ്കിലും ചെന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ പോലീസുകാരെ വിളിച്ചിട്ട്, നിന്റെ അമ്മയുടെ അഡ്രസ്സ് അറിയാം, നിനക്ക് എങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ പറ്റില്ല, പണവുമായി നീ ക്ലബിലേക്ക് വന്നില്ലെങ്കിൽ അടുത്ത ദിവസം നിന്റെ അമ്മ കൊല്ലപ്പെടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ഹീറോ കോള് കട്ടായതിനു ശേഷം കുറെ നേരം കടന്ന് മോങ്ങിയിട്ട് ഇനിയും ഓടിയിട്ട് കാര്യമില്ലാന്ന് മനസ്സിലാക്കി ആദ്യം അമ്മയെ വിളിച്ച്, അമ്മ ഇനി വീട്ടിൽ താമസിക്കണ്ട, ദയവേത് അങ്കിളുടെ വീട്ടിൽ ചെന്ന് താമസിക്കി, ഞാൻ ഇവിടുത്തെ കുഴപ്പങ്ങളൊക്കെ തീർത്തിട്ട് വരാമെന്ന് പറയും. അതേ സമയത്ത് അന്ന് കൂട്ടുകാരന്റെ മരണത്തിന് കാരണം താൻ തന്നെയാണ്. വണ്ടി ഇടിച്ചു കടന്നപ്പോൾ മുട്ട് പൊട്ടിയതുകൊണ്ട് ഹീറോ ആദ്യം ഹീറോയെ രക്ഷപ്പെടുത്താനാണ് ശ്രമിച്ചത്. കൂട്ടുകാരന്റെ ജീവൻ നോക്കിയിട്ടില്ലായിരുന്നു. അതിൽ അവന് വലിയ കുറ്റബോധമുണ്ട്. അതവൻ അമ്മയോട് പറഞ്ഞ് കരയും. ആ കുറ്റബോധം കൊണ്ടാണ് ഹീറോ ആ നാട് വിട്ട് ഈ ചേരിയിലേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും ഇത് കഴിഞ്ഞ് ഹീറോയ്ക്ക് ഒരു ഐഡിയ തോന്നുക. അവന്റെ കയ്യിൽ തന്നെ ഉണ്ടാക്കി ആ കീയുടെ ഹാൻഡിൽ പൊട്ടിച്ച് അതിന്റെ മെറ്റൽ മാത്രം എടുത്ത് ഇവൻ പൂച്ചയുടെ കയ്യിൽ കെട്ടും. അത് കഴിഞ്ഞ് ആ റഷ്യൻ മെയിൻ വില്ലന്മാരില്ലേ അവരെ വിളിച്ചിട്ട്, എന്റെ കയ്യിൽ പണമുണ്ട്, ഇനി ഞാൻ ഓടുന്നില്ല, ഞാൻ നിങ്ങളെ നേരിട്ട് കണ്ട് അത് തരാമെന്ന് പറയും. അപ്പൊ ഈ റഷ്യൻ വില്ലന്മാര് രണ്ടുപേരും അവരുടെ കാറുമായി വന്ന് ഹീറോയെ വിളിച്ചോണ്ട് പോവാ. എന്നിട്ട് ഹീറോയോട് ആ പണം എവിടെയാണെന്ന് ചോദിക്കും. ഹീറോ പറയും, ആ പണം ഒരു സ്ഥലത്ത് അടച്ചു വെച്ചിരിക്കുക, എനിക്ക് ആ സ്ഥലം അറിയാം, പക്ഷെ അത് തുറക്കാനുള്ള കീ എന്റെ കയ്യിൽ നിന്ന് പോലീസുകാർ വാങ്ങിച്ചുകൊണ്ട് പോയി. ആ സ്ഥലം എവിടെയാണെന്ന് ആ പെണ്ണിനും അറിയില്ല. ഇന്ന് ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യാന്നാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾക്കാണ് ആ പണം വേണ്ടതെങ്കിൽ നിങ്ങൾ ആ പെണ്ണിനെ കൊല്ലണം, എന്നിട്ട് അവളുടെ കയ്യിൽ നിന്ന് ആ കീ തട്ടിയെടുക്കണം, എന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്ഥലം പറഞ്ഞുതരാമെന്ന് പറയും ഹീറോ. ഇത് കേട്ട റഷ്യക്കാർ ചിരിച്ചിട്ട് ഇവനെ തട്ടിക്കളഞ്ഞാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പൊ കൂടുള്ള അനുജൻ പറയും, ആദ്യം പണം കിട്ടട്ടെ, ഇവനെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ പണമുള്ള സ്ഥലം ആർക്കും അറിയില്ലല്ലോ. ഇവനെ കണ്ടിട്ട് ഇവൻ ആ പോലീസുകാരോട് ദേഷ്യമുണ്ടെന്ന് തോന്നണം, നമുക്ക് എന്തായാലും ഇവൻ ആദ്യം ഒന്ന് പരിശോധിക്കാമെന്നും പറഞ്ഞിട്ട് ഇവര് ഹീറോയെ അവരെ വീട്ടിലേക്ക് ആദ്യം കൊണ്ടുപോകും. വലിയ കുടുംബമൊക്കെ ഉണ്ടാവുമാർക്ക്. എന്നിട്ടാണ് ഈ മാഫിയ റൗഡീസ് ഒക്കെ നടത്തുന്നത്. പഴയ ജൂതവംശത്തിൽപ്പെട്ട ആൾക്കാരാ, ഓർത്തഡോക്സ് ഫാമിലി. എന്തായാലും വീട്ടിൽ കൊണ്ടുപോയ ഹീറോയെ തുണിയൊക്കെ അഴിപ്പിച്ച് ഇവര് ചെക്ക് ചെയ്ത് നോക്കും, കീ ഉണ്ടോന്ന്. കീ അവന്റെ കയ്യിലില്ല. ഹീറോ പറയും, ഞാൻ പറയുന്ന സത്യമാണ്, കീ ആ പെണ്ണ് കൊണ്ടുപോയി, നിങ്ങൾ സമയം കളയാതെ എന്നെ അവളുടെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പോകും. അപ്പൊ ഇവര് കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് അവരുടെ എന്തോ ഒരു ഭക്ഷണമൊക്കെ ഹീറോയ്ക്ക് കൊടുത്തിട്ട് ആ പോലീസുകാരെ കാണാൻ വേണ്ടി ആ സ്ത്രീയുള്ള ക്ലബിലേക്ക് പോകാൻ തീരുമാനിക്കും. എന്നാൽ ആ ക്ലബിലാവട്ടെ ഒരുപാട് റൗഡികളൊക്കെ ഉള്ള സ്ഥലമാണ്. ഇവർക്ക് പെട്ടെന്ന് ആ പോലീസുകാരെ പിടിക്കാൻ പറ്റില്ല. ആ പോലീസുകാർക്ക് സഹായത്തിന് ആൾക്കാരുണ്ടാവും. പക്ഷെ അതൊന്നും വിഷയമല്ല, ഞങ്ങൾ രണ്ടുപേരും കൽപ്പിച്ചിറങ്ങിയാൽ പിന്നെ ആരെയും പിടിച്ചോണ്ട് വരുമെന്നും പറഞ്ഞിട്ട് അവരുടെ അമ്മയ്ക്ക് ഭയം പറഞ്ഞ് ഈ മാഫിയ പിള്ളേര് രണ്ടുപേരും വീട് വിട്ട് ഇറങ്ങാം. ആ സമയത്ത് അമ്മ പറയാണ്, ഇന്ന് വൈകുന്നേരം മുതൽ സാബത്ത് തുടങ്ങും, അപ്പൊ നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ, പിന്നെ എങ്ങനെ വീട്ടിലേക്ക് വരുമെന്ന്. അപ്പൊ ഈ റൗഡി കുട്ടികൾ പറയും, അതൊന്നും കുഴപ്പമില്ല, ഞങ്ങൾക്കൊരു കൂട്ടുകാരനുണ്ടല്ലോ ഇപ്പൊ കൂടെ, അതായത് ഹീറോ വണ്ടി ഓടിച്ച് ഞങ്ങളെ തിരിച്ചു കൊണ്ടുവരുമെന്ന്. ഇതും പറഞ്ഞ് അവർ ഇറങ്ങാണ്. നേരെ ആ ക്ലബിന് മുന്നിലേക്ക് എത്തി. ഈ റൗഡികൾ 2 തോക്കൊക്കെ എടുത്തിട്ട് ഹീറോയെ പിടിച്ച് അതേ കാറിൽ കെട്ടിവെക്കും. അകത്ത് വലിയ അടിയുണ്ടാവാൻ പോവാ, നിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ, അപ്പൊ പിന്നെ ഞങ്ങൾക്ക് സ്ഥലം അറിയാതാവും, അതുകൊണ്ട് നീ ഇവിടെ തന്നെ കെടാന്നും പറഞ്ഞ് ഹീറോയെ അവിടെ വിട്ടിട്ട് ഇവന്മാര് 2 പേരും കയ്യിൽ മെഷീൻ ഗണ്ണുമായി ആ ക്ലബിലേക്ക് കയറിപ്പോവും. പോകുമ്പോൾ തന്നെ അവന്മാര് കുറെ പേരെ കൊന്നു വീഴ്ത്തുന്നുണ്ട്. പോലീസുകാരാണെങ്കിൽ സേഫായിട്ട് ക്ലബിനകത്താ. ഈ മാഫിയക്കാർ വെടിവെക്കുന്ന ശബ്ദം കേട്ടിട്ട് പോലീസുകാർ അവന്മാരെ കാണാതെ ഈ ക്ലബിൽ നിന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെടുകയാണ്. എന്നാൽ ഈ പെണ്ണ് ഓടി മാറുന്നത് ഹീറോ കണ്ടു. ഹീറോനെ കെട്ടിവെച്ചിരിക്കുകയാണല്ലോ. ഇവൻ ആ കാറിൽ നിന്ന് സിസർ ലൈറ്റർ എടുത്ത് തന്റെ കെട്ട് പൊട്ടിച്ചിട്ട് വഴിയിൽ നിന്ന് കിട്ടിയ ഒരു ബാറ്റുമായി ഈ ലേഡി പോലീസിന്റെ പുറകെ ഓടും. അപ്പൊ നേരത്തെ ഹീറോയെ തല്ലിയ ആ കുഞ്ഞു മൊട്ടയൻ അവൻ പിടിച്ച് കടിച്ചു വെക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇപ്രാവശ്യം അവനെ ഒന്ന് ഇടിച്ചു നോക്കാന്നും പറഞ്ഞ് ഹീറോ മുഷ്ടി ചുരുട്ടി ഒരു കുത്തേ കൊടുക്കുള്ളൂ. ആ ഇടിക്കാൻ അവന്റെ ബോധം പോയി. എന്നിട്ടാണ് ഇത്രയും നാൾ അവനെ കണ്ട് അരണ്ടിരുന്നു.
എന്തായാലും അവനെ ഇടിച്ചു കഴിഞ്ഞിട്ട് ഹീറോ ഈ പോലീസുകാരെ പരിശോധിച്ചു പോകുമ്പോൾ പോലീസുകാരി തോക്കുമായിട്ട് ഹീറോയുടെ പുറകെ ചെല്ലും. എന്നിട്ട് സത്യം പറയടാ കീ എവിടെയാണെന്ന് ചോദിക്കുക. ഹീറോ പറയും ആ കാശ് ആർക്കും കിട്ടണ്ടെന്ന് പറഞ്ഞിട്ട് കീ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അത് കേട്ട് പോലീസുകാർ ഒരു സെക്കൻഡ് സ്റ്റക്ക് ആവുമ്പോൾ ആ ഗ്യാപ്പിന് ഹീറോ പോലീസുകാരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ പെണ്ണ് വലിയ ഇടിക്കാരി ആയതുകൊണ്ട് ഹീറോയെ മോന്തയ്ക്ക് കുത്തി വീഴ്ത്തും. ഹീറോ അപ്പോൾ പൊട്ടിയ ബാറ്റിന്റെ കുറ്റി കൊണ്ട് ഈ പെണ്ണിന്റെ കാലിൽ കുത്തി പിടിച്ചിട്ട് അവളുടെ കയ്യിൽ തോക്ക് അടിച്ചു മാറ്റുന്നുണ്ട്. എന്നാൽ ആ പെണ്ണ് പിടിക്കപ്പെടുമ്പോൾ ചിരിച്ചോണ്ട് പറയാണ് നിന്നെ കൊണ്ട് ഒരാളെ കൊല്ലാൻ കഴിയില്ലെന്ന്. ഇപ്പൊ ഹീറോ നിങ്ങൾ പറയുന്നത് ശരിയാ, എന്നെ കൊണ്ട് കൊല്ലാൻ കഴിയില്ല, പക്ഷെ ആ താടിക്കാരെ കൊണ്ട് കൊല്ലാൻ കഴിയുമെന്ന് പറഞ്ഞ് ആ റഷ്യൻ ബ്രദേഴ്സിനെ കാണിച്ചു കൊടുക്കും. അവന്മാര് വന്ന ഉടനെ പടപടവെന്ന് പൊട്ടിച്ച് ആ പോലീസുകാരെ കൊന്നുകളയാണ്. അങ്ങനെ ആ വില്ലത്തിന്റെ കഥ കഴിഞ്ഞു. ഇനിയിപ്പോ ഇവന്മാർക്ക് ചാവി വേണം. കീ എവിടെയാണെന്ന് ഹീറോയോട് ചോദിക്കും. ഇപ്പൊ ഹീറോ എന്റെ കൂടെ വരും എടുത്തരാന്നും പറഞ്ഞ് ഇവന്മാരെ വിളിച്ചോണ്ട് പോയി കാറി വെച്ചിരിക്കുന്ന പൂച്ചേനെ എടുത്തിട്ട് അതിന്റെ കയ്യിൽ ഒളിച്ചു വെച്ചിരുന്ന കീ എടുത്ത് ഇവർക്ക് കാണിച്ചു കൊടുക്കും. ഇവന്മാർക്ക് ഉടനെ ഹീറോയെ കൊന്നാലോന്നുണ്ട്. എന്നാലും ഹീറോ സ്ഥലം കാണിച്ചു കൊടുക്കണമല്ലോ, അതുകൊണ്ട് ഇപ്രാവശ്യം വെറുതെ വിടും. ശരി വെറുതെ വിട്ടേക്കാം, ഇവൻ ആ സ്ത്രീയെ കൊല്ലണമെന്നുണ്ടായിരുന്നു, നമ്മളത് ചെയ്തു കൊടുത്തു, നമുക്ക് പണമാണ് വേണ്ടത്, ഇനി ആ സ്ഥലത്തേക്ക് പോകാന്ന് പറയുമ്പോൾ ആ റഷ്യക്കാരിലെ അനിയൻ പറയും ഇന്ന് സാപത്തായില്ലേ, ഇനി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല, ഇവൻ തന്നെ ഡ്രൈവ് ചെയ്യട്ടെ എന്ന്. അങ്ങനെ കാറ് ഹീറോ ഓടിക്കാൻ തുടങ്ങുകയാണ്. ഓടിച്ചു പോകുന്ന സമയത്ത് ഹീറോ ചോദിക്കും നിങ്ങൾ എന്നെ വെറുതെ വിടുമെന്ന്. അപ്പൊ അവര് പറയാണ് ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ് നിന്നെ വെറുതെ വിട്ടാൽ ഞങ്ങൾക്ക് ആപത്താ, പക്ഷേ നിനക്കൊരു അമ്മയുള്ളതുകൊണ്ട് നീ ഇനി ഞങ്ങളെ ശല്യം ചെയ്യാൻ വരില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. മാത്രമല്ല കിട്ടുന്നതിൽ ചെറിയൊരു പങ്ക് ഞങ്ങൾ നിനക്കും തരാം, നീ ആ പണമായിട്ട് ജീവിച്ചോ, പിന്നെ വലിയ ശല്യമില്ല പരസ്പരം, അതുകൊണ്ട് നിന്നെ വെറുതെ വിടാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കണേന്ന് പറയും. ഇന്ന് സാപത്തായതുകൊണ്ട് ഒരു പുണ്യ പ്രവൃത്തിയാണെന്ന് പറയാണ്. ഹീറോയ്ക്ക് അവരെ പൂർണ്ണമായിട്ട് വിശ്വാസമില്ല, എന്നാലും ഇപ്പൊ വിശ്വസിക്കാനല്ലേ പറ്റുള്ളൂ. അത് കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ റഷ്യൻ ബ്രദേഴ്സിലെ ഏട്ടൻ അയാൾ സിഗരറ്റ് വലിക്കാൻ വേണ്ടി സിഗരറ്റ് എടുത്ത് വായിൽ വെച്ചിട്ട് ഹീറോയോട് ലൈറ്റ് കത്തിക്കാൻ പറയും. അയാളുടെ പോക്കറ്റിലുള്ള ലൈറ്റ് എടുത്ത് അത് അയാൾ ഹീറോയുടെ കയ്യിൽ കൊടുക്കുകയാണ്. അപ്പോഴാണ് ഹീറോയ്ക്ക് മനസ്സിലാവുക തന്റെ കാമുകിയുടെ ലൈറ്ററാണ് ഈ തെണ്ടിയുടെ കയ്യിലിരിക്കണേന്ന്. അങ്ങനെയാണെങ്കിൽ ഇവന്റെ പെണ്ണിനെ കൊന്നത് മറ്റാരുമല്ല ഈ റഷ്യൻ ബ്രദേഴ്സ് തന്നെയാണ്. ഹീറോയുടെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടാവും, എന്നാലും അവൻ ആ ലൈറ്റ് കത്തിച്ചു കൊടുക്കും. അപ്പൊ ഈ ബ്രദേഴ്സ് പറയാണ് ഞങ്ങൾക്ക് അവളെ ഉപദ്രവിക്കണമെന്നുണ്ടായിരുന്നില്ല, ലൈറ്റർ ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എടുത്തുന്നേ ഉള്ളൂ, പിന്നെ നീ ഞങ്ങളെ കണ്ടപ്പോൾ ഓടി, അങ്ങനെ ഓടാൻ പാടില്ല, ഞങ്ങളോടൊരു മര്യാദ വേണ്ടേ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഓടിയവർക്ക് എന്ത് സംഭവിക്കുമെന്ന് അവരറിയണം, അതുകൊണ്ട് കുറ്റം നിന്റെ ഭാഗത്താ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, പോയത് പോയി, ഇനി മിണ്ടാതെ ജീവിക്കാം, കുഴപ്പമൊന്നുമില്ല എന്നും പറഞ്ഞ് അവന്മാര് ഹായായിട്ടിരിക്കുക. എന്നാൽ ഹീറോയ്ക്ക് ഇത് പൊറുക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഇവന്മാരുമായിട്ട് അടികൂടാനും പറ്റില്ല. ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന എന്താ, ആക്സലേറ്റർ വലിഞ്ഞ് ചവിട്ടുക. ഓൾറെഡി ഒരു അപകടം ഉണ്ടാക്കി തന്റെ ജീവിതത്തിൽ വേദനിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതുകൊണ്ട് ഇനിയും ഒരു അപകടം ഉണ്ടാക്കട്ടെ, അതിൽ ജീവിതം കിട്ടിയാ കിട്ടും, പോയാ പോയി. ഹീറോ ആക്സലേറ്റർ ആഞ്ഞു ചവിട്ടും. ഈ റഷ്യക്കാര് പേടിക്കുകയാണ്. പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് അവർക്ക് അറിയുന്നില്ല. വണ്ടി സ്ലോ ആക്കട, എന്താ പറ്റിയെന്ന് അവർ ചോദിക്കുമ്പോഴേക്കും ഹീറോ സ്പീഡ് 100 താണ്ടി നേരെ കൊണ്ടുപോയി ഒരു പോസ്റ്റിൽ ആഞ്ഞിടിച്ചു. അവൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ എയർ ബാഗ് ഓപ്പൺ ആവും. കയ്യിൽ പൂച്ചേനെ എടുക്കുന്നതുകൊണ്ട് പൂച്ചയ്ക്ക് ഒന്നും പറ്റിയില്ല. പക്ഷെ റഷ്യക്കാരിലെ 2 പേരും, ഒരുത്തന്റെ മണ്ടയും പൊളിഞ്ഞുപോയി, മറ്റവന്റെ തൊണ്ടയും പൊളിഞ്ഞുപോയി. അപ്പൊ അനിയൻ കടന്ന് പെറുപെറുക്കുന്നുണ്ട്, ഇവന് വണ്ടി ഓടിക്കാൻ കൊടുക്കാൻ പാടില്ലായിരുന്നു, നമുക്ക് തെറ്റുപറ്റിപ്പോയി എന്ന്. ഈ അവസാന ഡയലോഗും പറഞ്ഞ് അയാളും മരിക്കും. അതോടെ എല്ലാ തൊല്ലയ്ക്കും ശുഭം. രക്ഷപ്പെട്ട ഹീറോയ്ക്ക് ഇനി നാട് കടക്കണമല്ലോ. അവന്റെ പേരിൽ ഒരുപാട് കേസുണ്ട്. ആ പെണ്ണുള്ള കേസെല്ലാം ഹീറോയുടെ തലയ്ക്കാണ് വെച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് ചാടിപ്പോകാൻ മറ്റൊരു വിദ്യ ഹീറോ പ്രയോഗിക്കുന്നുണ്ട്. അതാണ് രസം. നമ്മുടെ ബ്രഷ് തലേന്റെ പാസ്പോർട്ട് ഉപയോഗിച്ച് അവനെപ്പോലെ തന്നെ മുടിയൊക്കെ വെട്ടി അവന്റെ വസ്ത്രം ധരിച്ചിട്ട് താൻ അവനാണെന്നും കാണിച്ച് ഹീറോ നാട് വിടാൻ നോക്കുക. അപ്പോൾ അവിടുത്തെ എയർപോർട്ട് സ്റ്റാഫിന് ചെറിയൊരു സംശയമൊക്കെ വരുന്നുണ്ട്. എന്നാലും അവരത് വലിയ കാര്യമൊക്കെ എടുക്കാതെ ഹീറോയെ അവിടെ നിന്ന് പറഞ്ഞുവിടും. ഹീറോ മൊത്തം പണവുമായിട്ടാണ് ഈ നാട് വിട്ടു പോകുന്നതിന് മുന്നേ അമ്മയ്ക്ക് വിളിച്ച് ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു അമ്മേ, എന്നാൽ ഇപ്പം അതെല്ലാം സോൾവ് ആയിട്ടുണ്ട്, ഞാനിപ്പോൾ വെക്കേഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരാം, അതിന് മുന്നേ ആയിട്ട് അമ്മയ്ക്ക് വേണ്ടി ഒരു ചെറിയ ബോക്സ് ഞാൻ അയച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് ഇഷ്ടമുള്ള എന്തും അതിന്ന് വാങ്ങിക്കാമെന്നും ഫോൺ വിളിച്ച് പറഞ്ഞിട്ട് ഇവൻ ഏതോ ഒരു നാട്ടിലേക്ക്, ഒരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് വന്നിരിക്കുക, ബീച്ചിനോരം. അവിടെ നിന്ന് എല്ലാ പ്രശ്നങ്ങളും കഴിഞ്ഞ് സ്വൈര്യമായി പുതിയ ജീവിതം തുടങ്ങാൻ പോവാ. ആവശ്യത്തിന് പണം ഉണ്ടല്ലോ. അവസാനം പൂച്ചക്കണ്ണുമായി കടലിന്റെ അന്തരങ്ങളിലേക്ക് പുഞ്ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുന്ന ഹീറോയെ കാണിച്ചിട്ട് ഈ സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട്? ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി കോമഡി സിനിമയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരയ്ക്കും until then, it's bye from ഒരു കഥ സുലട്ടുമാസ്.